ഇനി നോക്കിക്കേ നെക്സ്റ്റ് സ്ലൈഡിൽ എന്താണ് പറയുന്നത്. ടാക്സിനെ അവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. രണ്ട് തരത്തിലുണ്ട് ടാക്സസ്, ഡയറക്റ്റ് ടാക്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്നും. ഡയറക്റ്റ് ടാക്സ് അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആണ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സ് ആർ പെയ്ഡ് ബൈ ഡയറക്ട്ലി ടു ദ ഗവൺമെന്റ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഡയറക്ട്ലി നമ്മൾ നേരിട്ട് ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത് ഡയറക്റ്റ് ടാക്സ് എന്താണ്, ഡയറക്റ്റ് ടാക്സ് എന്താണ്, ഇൻഡയറക്റ്റ് ടാക്സ്, അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഈ ഒരു കോൺസെപ്റ്റിന്റെ ബേസിലായിരിക്കും. അതായത് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് 3 പ്രോസസ് ആണ് ഉള്ളത്. ഒരു ടാക്സിനെ പറ്റി നമ്മൾ പറയുമ്പോഴത്തേക്ക് 3 പ്രോസസ്സ്: ഇമ്പാക്റ്റ്, ഇൻസിഡൻസ്, ഷിഫ്റ്റിംഗ്. ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ ദി ഇനിഷ്യൽ ബർഡൻ ഓഫ് ടാക്സ്. നമ്മൾ ഇനിഷ്യൽ, അതായത് പ്രൈമറിലി നമ്മൾ ഒരു ബർഡൻ, നമുക്ക് ആദ്യം ഇനിഷ്യൽ ബർഡൻ, നമുക്ക് ആദ്യം ഒരു ബർഡൻ കിട്ടുകയാണ്. ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബർഡൻ, ആ കൊടുക്കുന്ന ടാക്സിന്റെ നമ്മളാണ് ടാക്സ് പേ ചെയ്യേണ്ടത്. അതിന് പറയുന്ന പേരാണ് ഇമ്പാക്റ്റ്. ഇൻസിഡൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫൈനൽ മണി ബർഡൻ, അവസാനം കിട്ടുന്ന മണി ബർഡൻ. അതായത് ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ പ്രൈമറി റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ടാക്സ് ബർഡൻ എന്ന് പറയാം. അതായത് ടാക്സ് ബർഡൻ നമുക്ക് ആദ്യം വരിക. അപ്പൊ ഇമ്പാക്റ്റ് ഇൻസിഡൻസും സെയിം ഒരു ഇൻഡിവിജ്വലിന്റെ മേൽ വരികയാണ് എങ്കിൽ, സെയിം പേഴ്സന്റെ മേളിൽ വരികയാണ് എങ്കിൽ അതിനെ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. അതായത് ഇമ്പോസ് ചെയ്യുന്ന ആൾ തന്നെ ടാക്സ് കൊടുക്കണം. മനസ്സിലായോ? ടാക്സ് ഇപ്പൊ എന്റെ എ എന്ന് പറയുന്ന ഒരാൾക്ക് ടാക്സ് ഇമ്പോസ് ചെയ്തെന്ന് കരുതിക്കോ. എ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ടാക്സ് ഇമ്പോസ് ചെയ്തെങ്കിൽ ആ വ്യക്തി തന്നെ ടാക്സ് കൊടുക്കണമെന്നില്ല. ഓക്കെ, ഇപ്പൊ ഒരു ഷോപ്പ് നടത്തുന്ന ഒരാൾക്ക് ടാക്സ് ഈടാക്കി, ടാക്സ് സാധനം വാങ്ങിച്ചപ്പോൾ ടാക്സ് ഈടാക്കി, പക്ഷെ ആ ആള് തന്നെ ആ ടാക്സ് പേ ചെയ്യണമെന്നില്ല. അവര് കൺസ്യൂമേഴ്സിന്റെ മോൾ, അതായത് ആ ഷോപ്പിലുള്ള ആള്, ഷോപ്പിന്റെ ഓണർ വന്നിട്ട് കൺസ്യൂമേഴ്സിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ടാക്സ് അതിന്റെ പ്രൈമറി ബർഡൻ എന്ന് പറയുന്നത് അത് വേറൊരു ആളിലേക്ക് ഒരു ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുകയാണ് എങ്കിൽ അതിനെ ഇൻഡയറക്റ്റ് ടാക്സ് എന്നും, ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. അതായത് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ എന്താ, ഇമ്പാക്റ്റും ഇൻസിഡൻസും ഒരു വ്യക്തിയിൽ തന്നെയാണ് എങ്കിൽ ഡയറക്റ്റ് ടാക്സ് എന്നും, ഇമ്പാക്റ്റും ഇൻസിഡൻസും മറ്റൊരാളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ, അതായത് ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, ടാക്സ് ഇമ്പോസ് ചെയ്യുന്ന ആൾ, ഇൻസിഡൻസ് എന്ന് വെച്ചാൽ എന്താ, ലാസ്റ്റ് കൊടുക്കേണ്ട ആൾ. അപ്പൊ ഇത് രണ്ടാളാണ് എങ്കിൽ അതിനെ ഇൻഡയറക്റ്റ് ടാക്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇമ്പാക്റ്റ് ആൻഡ് ഇൻസിഡൻസ് ആർ ഓൺ സെയിം പേഴ്സൺ. ദ ബർഡൻ ഓഫ് ടാക്സ്, direct tax cannot be shifted to another person. അവിടെ പറയുമ്പോൾ എന്താ, the burden we cannot be shifted to another person. നമുക്ക് ആ ടാക്സ് ബർഡൻ നമുക്ക് ഒരിക്കലും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ എന്റെ ഇൻകത്തിലാണ് ടാക്സ് ഈടാക്കിയെങ്കിൽ ഞാൻ തന്നെ ആ എമൗണ്ട് കൊടുത്തിരിക്കണം. പക്ഷെ ഞാൻ ഒരു സാധനം വാങ്ങിക്കാൻ പോവുകയാണ് എങ്കിൽ നമ്മള് പ്രൊഡ്യൂസറിന്റെ ആ ഒരു ബർഡൻ നമ്മൾ വാങ്ങിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ നമ്മളാണ് ടാക്സ് കൊടുക്കേണ്ടത്. കൺസ്യൂം ചെയ്യുന്ന ആളാണ് ടാക്സ് കൊടുക്കേണ്ടത്. അതിന് പറയുന്ന പേരാണ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പൊ ഡയറക്റ്റ് ടാക്സിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആണ്. ഇൻഡയറക്റ്റ് ടാക്സിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് GST, കസ്റ്റമർ ഡ്യൂട്ടി, അതുപോലെ തന്നെ കസ്റ്റംസ് ഡ്യൂട്ടി, അതുപോലെ തന്നെ എക്സൈസ് ഡ്യൂട്ടി. ഇതെല്ലാമാണ് ഇൻഡയറക്റ്റ് ടാക്സിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇൻഡയറക്റ്റ് ടാക്സ് ഇസ് എ ടാക്സ് വിച്ച് ഈസ് കളക്റ്റഡ് indirectly from the consumers by the government. കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ നിന്നും ഗവൺമെന്റ് വാങ്ങിക്കുന്ന ടാക്സിന് പറയുന്ന പേരാണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പാക്ട് ആൻഡ് ഇൻസിഡൻസ് ആർ ഓൺ ഡിഫറെന്റ് പേഴ്സൺ. ഇവിടെ നോക്കിക്കേ, ഇമ്പാക്റ്റും ഇൻസിഡൻസും രണ്ട് സെയിം പേഴ്സണിൽ തന്നെ ആയിരിക്കും. സെയിം പേഴ്സണിൽ തന്നെയാണ് എങ്കിൽ ഡയറക്റ്റ് ടാക്സ് എന്നും, ഡിഫറെന്റ് പേഴ്സണിലാണെങ്കിൽ അത് ഇൻഡയറക്റ്റ് ടാക്സ് എന്നും പറയും. ലാസ്റ്റ് നോക്കിക്കേ, the burden of direct tax can be shifted to another person. അതായത് ഇതിന്റെ ബർഡൻ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും.
ഇത്രയും മനസ്സിലായല്ലോ. ഇതാണ് കോമൺ. നമ്മൾ എത്ര നമ്മൾ ഏത് ക്ലാസ്സിൽ പോയാലും നമ്മൾ ആദ്യമേ നോക്കേണ്ടത് എന്താണ് ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്. ഇതിനെ ഈ 3 കോൺസെപ്റ്റിന്റെ ബേസിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കാവൂ. ഇപ്പൊ ഫസ്റ്റ് നമ്മളിപ്പോ പറയാൻ പോകുന്നത് ഫീസിനെ പറ്റിയാണ്. ഫീസ് എന്ന് പറയുന്നത് സംടൈംസ് ഗവൺമെന്റ് പ്രൊവൈഡ്സ് സർട്ടൻ സ്പെഷ്യൽ സർവീസസ് ടു ദി പബ്ലിക് and in payment of these it charges fees. Hence fees are to be paid only by those individuals who received some special benefit from services rendered by the government. അപ്പൊ ഇവിടെ പറയുന്നത് ഗവൺമെന്റ് കുറച്ച് സർവീസസ് നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ആ സർവീസസിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റ് ആണ് ആ സർവീസസിനാകുന്ന ചാർജസ് ആണ് ഫീസ്. നമ്മളിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് ആകുന്ന ഫീസ്, നമ്മൾ ഒരു സർവീസ് സ്വീകരിക്കുകയാണ്. ആ സർവീസസ് സ്വീകരിക്കുമ്പോൾ നമ്മൾക്ക് അവർ നമുക്ക് ഓഫർ ചെയ്യുന്ന സർവീസസിന് നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ് ഫീസ്. അതുപോലെ തന്നെ ഇത് ആര് ഹൂ റിസീവ്ഡ് സം സ്പെഷ്യൽ, ഇപ്പൊ ഇൻഡിവിജ്വൽസ് ഹൂ റിസീവ്ഡ് സം സ്പെഷ്യൽ ബെനിഫിറ്റ്, ഏതൊരു ഇൻഡിവിജ്വൽ ആണോ ആ ഇൻഡിവിജ്വൽ കൊടുക്കേണ്ട ഒരു എമൗണ്ട് മാത്രമാണ് സർവീസസ് സ്വീകരിക്കുന്നതിന് വേണ്ടി ആ ഒരു ഇൻഡിവിജ്വൽ കൊടുക്കേണ്ട ഒരു എമൗണ്ട് ആണ് ഫീസ്. എക്സാമ്പിൾസ് എന്ന് പറയുന്നത് കോഡ് ഫീ, ലൈസൻസ് ഫീ ആൻഡ് സ്റ്റാമ്പ് ഫീ എക്സെട്ര. ഇങ്ങനെ പല രീതിയിലുള്ള ഫീസ് ഉണ്ട്. അതായത് നമ്മൾ സ്വീകരിക്കുന്ന സേവനത്തിന്, ഗവൺമെന്റ് തരുന്ന സർവീസസിന് നമ്മൾ കൊടുക്കേണ്ട, ആരാണോ സർവീസസ് സ്വീകരിക്കുന്നത് അവർ കൊടുക്കേണ്ട എമൗണ്ട് ആണ് ഫീസ്. ദെൻ ഫൈൻസ് ആൻഡ് പെനൽറ്റീസ്. ഫൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈൻ ഈസ് ലെവിഡ് ഓൺ ദോസ് ഹു വയലേറ്റ് ദ ലോ. ഫൈൻസും പെനാൽറ്റിയും സെയിം ആണ് ഏകദേശം. അതായത് ഫൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈൻസ് ആണെങ്കിലും പെനാൽറ്റി ആണെങ്കിലും ആരും വയലേറ്റ് ചെയ്യുന്നു, റൂൾസ് വയലേറ്റ് ചെയ്യുന്നുണ്ടോ, അഥവാ ലോസ് ആരെങ്കിലും വയലേറ്റ് ചെയ്യുന്നുണ്ടോ അവർക്ക് ഈടാക്കുന്ന എമൗണ്ട് ആണ് ഫൈൻസ്. അതുപോലെ തന്നെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഫീ ഫോർ വയലേറ്റിംഗ് ട്രാഫിക് റൂൾസ് വയലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫീസ്. അതുപോലെ തന്നെ പെനൽറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇമ്പോസ്ഡ് അപ്പോൺ ദോസ് പീപ്പിൾ who fail to fulfill certain undertakings. അതായത് അവിടെ പറയുമ്പോൾ ഫീസ്, പെനൽറ്റി, ഫൈൻസ് പോലെ തന്നെയാണ്. അതുപോലെ the aim of these sources of revenues is not obtaining revenue but the administration of justice and maintenance of law and order in the country. ഇതൊരു റവന്യൂ കിട്ടാൻ വേണ്ടിയുള്ള ഒരു സോഴ്സസ് മാത്രമല്ല, അഥവാ ഇത് ഗവൺമെന്റിന് വലിയ എമൗണ്ടിലെ സോഴ്സസ് ഒന്നും കൊടുക്കുന്നുമില്ല. ഇത് എന്തിനു വേണ്ടിയുള്ളതാണ്? ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഈടാക്കുന്ന ഒരു എമൗണ്ട് ആണ് ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ്. അതായത് നമ്മൾ ഇപ്പൊ ഏതെങ്കിലും റൂൾസ് വയലേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ, ഗവൺമെന്റിന്റെ ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാനം പരിപാലിക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കേണ്ട ഒരു എമൗണ്ട് ആണ് ഇത്, ആരെങ്കിലും വയലേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ. നെക്സ്റ്റ്, ഗിഫ്റ്റ് ആൻഡ് ഗ്രാൻസ്. എന്താണ് ഗിഫ്റ്റ്? Gifts and grants are provided generally a very small portion of the public revenue. ഗിഫ്റ്റും ഗ്രാൻസും ഒക്കെ വളരെ സ്മോൾ പോർഷൻ മാത്രമേ ഉള്ളൂ. ഗവൺമെന്റിന് ഒരുപാട് വലിയ റവന്യൂ ഒന്നും ഇത് തരുന്നില്ല. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിഫ്റ്റ് ആർ വോളണ്ടറി കോൺട്രിബ്യൂഷൻ ഫ്രം private individuals or non-governmental organization to this government funds for special purposes such as relief fund or defense fund during a war or an emergency etc. ഇപ്പൊ വോളണ്ടറി കൊടുക്കുന്നതാണ്, നമ്മൾ സ്വമേധയാ കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ്, അല്ലാതെ ഇതൊരു കമ്പൽസറി കോൺട്രിബ്യൂഷൻ ഒന്നും അല്ല, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ ഈടാക്കുന്ന ഒരു എമൗണ്ട് അല്ല. ഇത് നമ്മൾ ഇപ്പം ഗവൺമെന്റിന് ഇപ്പൊ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഇപ്പൊ ഫ്ലഡ് വന്ന സിറ്റുവേഷനിൽ നമ്മൾ ഗവൺമെന്റിന് കൊടുക്കുന്ന ഒരു എമൗണ്ട്. അതുപോലെ തന്നെ ഡിഫൻസ്, ഒരു വാർ പീരീഡിൽ നമ്മൾ ഗവൺമെന്റിന് നമ്മൾ കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ മാത്രമാണ് ഇത്. അതുപോലെ തന്നെ ഗ്രാൻസ് ആർ ഗിവൻ വൺ ഗവൺമെന്റ് ടു അനദർ. ഗ്രാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗവൺമെന്റ് വേറെ ഒരു ഗവൺമെന്റിന് കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ് ഗ്രാൻസ് എന്ന് പറയുന്നത്. ഗ്രാൻസ് എന്ന് പറയുന്നത് നമ്മളൊരു ഫെഡറൽ റിസർവ് സിസ്റ്റം ആണ്, ഫെഡറൽ ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കുന്നു. അതുപോലെ പല ആക്ടിവിറ്റി ഇപ്പൊ നമ്മളിപ്പോ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മളിപ്പോ ഫ്ലഡ് ഉണ്ടായി, ഒരു എന്തെങ്കിലും ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ, അപ്പൊ ഇങ്ങനെ പല രീതിയിൽ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കുന്ന, അതായത് ഒരു ഗവൺമെന്റ് വേറെ ഒരു ഗവൺമെന്റിന് കൊടുക്കുന്ന എമൗണ്ട് ആണ് ഗ്രാൻസ്.
നെക്സ്റ്റ് വൺ ഈസ് എസ്റ്റീറ്റ്സ്. എന്താണ് എസ്റ്റീറ്റ്സ്? എസ്റ്റീറ്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ദ ക്ലെയിം ഓഫ് ദി ഗവൺമെന്റ് ടു ദ പ്രോപ്പർട്ടി ഓഫ് എ പേഴ്സൺ ഹു ഡൈസ് വിത്തൗട്ട് ഹാവിങ് എനി ലീഗൽ ഹെയർസ് ഓർ വിത്തൗട്ട് ലീവിങ് വിൽ. അവിടെ പറയുമ്പോൾ എസ്റ്റീറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു ആള് ഒരു ആരുമില്ലാത്ത ഒരാള് മരിച്ചു എങ്കിൽ അദ്ദേഹത്തിന്റെ വിൽപത്രത്തില് ഒന്നും അയാളുടെ പ്രോപ്പർട്ടി ആർക്ക് കൊടുക്കണമെന്നോ എന്താ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ എമൗണ്ട്, ആ ഒരു വെൽത്ത്, അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി ഫുൾ ഗവൺമെന്റിന്റെ കയ്യിലേക്ക് പോകുന്നു. അതാണ് എസ്റ്റീറ്റ്സ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് ആ ആടെ എല്ലാ പ്രോപ്പർട്ടീസും സ്വീകരിക്കും. അത് ഗവൺമെന്റിന്റെ ഒരു റൈറ്റ് ആണത്. ഇനി നെക്സ്റ്റ് forfeitures എന്ന് പറയുന്നത്, forfeitures refers to the penalty imposed by competent authorities like court for the failure of individuals to appear in the courts to complete contracts as stipulated. അതായത് forfeitures എന്ന് പറയുന്നത് കോർട്ട് ഫീ ഇല്ലേ, കോർട്ട് ഫീ ഒക്കെ forfeituresനകത്ത് വരുന്നതാണ്, ഒരു പെനൽറ്റി ആണ് അത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സ്പെഷ്യൽ അസസ്മെന്റ് ആണ്.